മെഡിറ്ററേനിയൻ കടലിൽ 40-ലധികം കുടിയേറ്റക്കാരെ മരണത്തിനിടയാക്കിയ ഗ്രീക്ക് കോസ്റ്റ് ഗാർഡ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് BBC. സ്വന്തം രാജ്യത്ത് ദാരിദ്ര്യവും സാമ്പത്തിക ഭദ്രതക്കുറവും മറ്റു പീഡനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് കുടിയേറുന്നവരാണ് ഏറെയാണ്. എന്നാൽ അനധികൃതമായിട്ട് കുടിയേറ്റക്കാരുടെ കൈകളിൽ ചെന്നുപെടുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഏറെയുണ്ട്. ഇവർ ഉദ്ദേശ സ്ഥാനത്ത് എത്തിപ്പെടാറുണ്ടോ എന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള വിവരങ്ങൾ ആർക്കും ഇന്നേ വരെ അറിയില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ഇതുപോലെ കുടിയേറ്റക്കാർ പോയിരുന്നു. പക്ഷെ പിന്നീട് അവരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രം പോലുള്ള വലിയ സമുദ്രങ്ങൾ വഴിയാണ് കുടിയേറ്റക്കാരെ നാട് കടത്താറുള്ളത്. പഴക്കം ചെന്ന മത്സ്യബന്ധന ബോട്ടുകളിൽ പോലും ആളുകളെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകാറ്. അത്രയും ഭയാനകമായിട്ടുള്ള രീതിയാണ് കുടിയേറ്റക്കാർക്ക് അനുഭവിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഈ മെഡിറ്ററേനിയൻ കടലിൽ അതിൽ കൂടി കടന്നു പോകുന്ന കുടിയേറ്റക്കാർ പലരും മരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 14 750 കുടിയേറ്റക്കാരെ കൊണ്ട് ഒരു മത്സ്യബന്ധനം കടന്നു പോവുകയും അത് മുങ്ങുകയും ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങുകയും ചെയ്തു. നിരവധി പേർ മരിക്കുകയും ഉണ്ടായി. അന്ന് അതിൽ നിന്നും രക്ഷപ്പെടുന്നത് വളരെ കുറച്ചു പേര് മാത്രമാണ്. മറ്റു പലർക്കും എന്ത് സംഭവിച്ചു എന്നുള്ള ആർക്കും ഒരു വിവരമില്ല. എന്നാൽ ദൃക്സാക്ഷികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ കണ്ടു നിന്നവർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അവർ പറയുന്ന പ്രകാരം ആളുകളെ കുത്തി നിറച്ചാണ് ബോട്ടുകൾ സഞ്ചരിക്കാറ്. 750 പേരെ ഒരു ചെറിയ ബോട്ടിൽ കുത്തി നിറച്ച് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അത് മുങ്ങിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സാധാരണ അവരെ രക്ഷിക്കേണ്ടത് ആരാണ്? ഇപ്പം കോസ്റ്റ് ഗാർഡുകളാണ്. അപ്പൊ ഈ ഗ്രീസ് കോസ്റ്റ് ഗാർഡുകൾ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അത് അവരെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ രക്ഷിക്കുന്നതിന് പകരം ചെയ്തത് എന്താണ്? രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ വെള്ളത്തിലേക്ക് വീണ്ടും തള്ളിയിട്ട് കൊല്ലുന്ന കാഴ്ചകളാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏകദേശം 9 പേരെ കോസ്റ്റ് ഗാർഡുകൾ, ഈ ഗ്രീക്ക് കോസ്റ്റ് ഗാർഡ് പിടിച്ച് തള്ളിയിട്ടു എന്നുള്ളതാണ് അവിടെ അവർക്ക് കാണാൻ സാധിച്ചത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഗ്രീക്ക് കോസ്റ്റ് ഗാർഡ് സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. ഇതിപ്പോ പുറം ലോകത്തേക്ക് എത്തിച്ചത് ആരാണ്? BBC ആണ്. ഡെഡ് കാം കില്ലിംഗ് ഇൻ ദി മെഡ് എന്നാണ് BBC ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒരു ഡോക്യുമെന്ററി ഇറക്കിയിരിക്കുന്നത്. BBC ആ ഒരു ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് കുടിയേറ്റക്കാർ കൂടുതലായിട്ടും ഉള്ളത്. ഈ ഗ്രീസിലേക്കും അതുപോലെ ഇറ്റലിയിലേക്കുമാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റം നടക്കുന്നത്. ഇവർ പലരും ഇവരുടെ യാത്ര ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ലിബിയയിലെ തുറമുഖങ്ങളിൽ നിന്നുമാണ്. ഇപ്പൊ ലിബിയയിലെ അവസ്ഥ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതിദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെയുള്ള ജനങ്ങളും ഇവർക്കൊപ്പം കുടിയേറ്റം നടത്താറുണ്ട്. ഒന്ന് ഓർക്കണം, ഒരു നേരത്തെ ആഹാരം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുടിയേറ്റം നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് കൂടുതലും. കുടിയേറ്റക്കാരുടെ അടുത്ത് നിന്നും മാക്സിമം പണം വാങ്ങിക്കൊണ്ട് ഇവരെ പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് അവരെ നാട് കടത്തുന്നത് എന്ന് പറയാം. ഇപ്പൊ മധ്യേഷ്യയിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് കൂടുതലായിട്ടും ഈ കുടിയേറ്റം നടക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കടത്ത് തടയാൻ യൂറോപ്യൻ യൂണിയൻ ഒരു കരാർ 2016 ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടും അത് യാതൊരു പ്രയോജനമില്ലെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. ഇപ്പൊ കോസ്റ്റ് ഗാർഡുകൾ മുഖം മറച്ചാണ് ഈ കുടിയേറ്റക്കാരെ ബോട്ടുകളിൽ കയറ്റുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തന്നെ. ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മുഖം മൂടി ധരിക്കുന്നത് പോലും. അതിനാൽ തന്നെ കുടിയേറ്റക്കാരോട് അങ്ങേയറ്റം ക്രൂരമായാണ് ഇവർ പെരുമാറുന്നതെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെ എന്ത് ചെയ്തു? മനഃപൂർവ്വം തള്ളിയിട്ട് കൊല്ലുന്ന രീതികളാണ് ഗ്രീസ് കോസ്റ്റ് ഗാർഡുകൾ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് നടപ്പാക്കേണ്ടത്. ഇപ്പൊ BBC ഈ ഒരു അന്വേഷണം ഇപ്പൊ നടത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് പുറം ലോകം അറിയാതെ പോയേനെ. ഇങ്ങനെ എത്രയോ നിരപരാധികൾ ഇത്തരത്തിലുള്ള മരണപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്ത പണവും മുടക്കി. ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം. ശക്തമായിട്ടുള്ള അന്വേഷണം ഇതിനായിട്ട് നടത്തുകയും വേണം.